ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ അങ്ങനെ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ചിട്ട് ഒരു അതിസുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുവാട്ടോ. അപ്പൊ ആ പെൺകുട്ടിയെ നടന്നുമ്പോഴേക്കും നമ്മുടെ മനോഹർ ആ പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ഇതേതാ ഒരു സുന്ദരി, ഓ അടിപൊളി പെൺകുട്ടി തന്നെ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെണ്ണ് പെട്ടെന്ന് മനോഹറിനെ കാണുവാട്ടോ. മനോഹറിനെ കാണുന്നത് പതുക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട്. മനോഹർ തിരിച്ചിരിക്കുകയാണ്. ഹായ് എന്ന് കാണിക്കുമ്പോ അവരും പതുക്കെ ഹായ് എന്ന് കാണിക്കുന്നുണ്ട്. ശേഷം പതുക്കെ നമ്മുടെ കാറിന്റെ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോ അവരുടെ അടുത്തേക്ക് മനോഹർ ഓടി പോവാണ്. അതിനുശേഷം മനോഹർ പറയുന്നുണ്ട്, അതെ ഞാൻ കുട്ടീനെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു എന്ന് പറയുമ്പോ ആ പെണ്ണിങ്ങനെ പറയുന്നുണ്ട്. പെണ്ണിങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. അല്ല, കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോ അവരിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്ന് ആക്ഷൻ കാണിക്കാണ്. ഓ, സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയാണോ? അന്ന് തല ആട്ടുന്നുണ്ട്. അതിനുശേഷം ആ പെണ്ണും പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ആക്ഷൻ വഴി പറയാണ്. ഓഹോ, എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞതിന് മുമ്പ്. അതെ എന്ന് തലയാട്ടുന്നുണ്ട്. ശേഷം ആ പെൺകുട്ടി കയ്യിലുണ്ടായിരുന്ന പേഴ്സ് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് മനോഹർ നേരെ നീട്ടുവാട്ടോ. ഓ, ഇതാണ് കാർഡ് അല്ലേ, ശരി ഞാൻ ഓർമ്മ വരുമ്പോ വിളിച്ചോളാം, എവിടെയാ കണ്ടേന്ന്. ശരി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വണ്ടിയിൽ കയറുവാണ്. ശേഷം മനോഹറിന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം ടാറ്റ കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. മനോഹർ ആ കാർഡ് നോക്കുമ്പോ വന്ദന എന്ന് എഴുതിയേക്കുന്നത് കാണുന്നുണ്ട്. ഹായ് വന്ദന, നല്ല പേര്. സംസാരിക്കാൻ പറ്റുന്ന കുട്ടിയെന്ന് കണ്ടാലേ പറയില്ല. ഈശ്വര, അവളുടെ കയ്യിലും കഴുത്തിലൊക്കെ ദൂരം ഡയമണ്ടിന്റെ നെക്ലസും മാലയും വളയും കമ്മലും ഒക്കെയാ. ഓ, ഇത് വന്നു കഴിഞ്ഞാൽ അടിപൊളി തന്നെ. എന്തായാലും ഒരേ സമയം രണ്ട് പെൺകുട്ടികളെ എനിക്ക് വളയ്ക്കാൻ പറ്റുമോ? നിത കൂടെ ഉണ്ടല്ലോ. ആ കുഴപ്പമില്ല, വന്നിട്ട് വെച്ച് കാണാം. ഒരേ സമയം രണ്ട് പെണ്ണുങ്ങളെ അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം വന്ദന എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് നേരെ വീട്ടിലേക്ക് വരുന്നു. മൂളിപ്പാട്ടൊക്കെ പാടിട്ടായിട്ട് വരുന്നത്. ശേഷം വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറുവാണ്. ശേഷം കണ്ണാടി നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. ചിരിച്ചതിന് ശേഷം അവിടെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ മുഖമൊക്കെ ശരിക്കും ഇങ്ങനെ നോക്കിയതിനു ശേഷം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുല് വിക്രത്തിനും പ്രകാശിനെയും കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാഹുൽ പറഞ്ഞിട്ട്, നിനക്കെന്ന് അറിയില്ലടാ എന്റെ അവസ്ഥ. സേനന്റെ ജഡം കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. എന്നിട്ട് എന്നെ ജഡപരുവത്തിലാക്കി പറഞ്ഞു വിട്ടു എന്റെ പെങ്ങളെന്ന് പറഞ്ഞ ഒരുത്തി. എനിക്കിനി ആദ്യം ഇല്ലാതാക്കേണ്ടത് അവളെയാണ്. ഇത്ര നാള് ഞാൻ സേനനെയാണ് ആദ്യം ഇല്ലാതാക്കാൻ നോക്കിയത്. ഇനി ഞാൻ ഇല്ലാതാക്കാൻ പോണത് അവളെയാണ്. അവളെ ഞാൻ കരയിപ്പിച്ചിരിക്കും. അവളുടെ മക്കളെയും മരുമക്കളുടെ ഡെഡ് ബോഡി അവളെ ഞാൻ കാണിച്ചിരിക്കും. എന്നിട്ട് അവളെ ഞാൻ ഇല്ലാതാക്കും, നോക്കിക്കോ എന്ന് പറയാണ്. അപ്പൊ പ്രകാശ് പറഞ്ഞിട്ട്, രാഹുലെ, നീ ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞെങ്കിൽ നിന്റെ കൂടെ ഞാനും എന്റെ മോനും ഉണ്ടാവോടാ എന്ന് പറയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും നാള് എനിക്ക് അവളെ ഇല്ലാതാക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ജയിലിൽ കിടക്കേണ്ടതായാലും കുഴപ്പമില്ല. പക്ഷെ അരൂപ എന്ന് പറഞ്ഞവളെ അവളുടെ കുടുംബത്തിന് നാശം വിധിച്ചിട്ടായിരിക്കും ഞാൻ ജയിലിലേക്ക് പോണത്. നിങ്ങൾക്ക് അനസ് എന്ന് പറഞ്ഞ ഒരുത്തനെ അറിയാവോ? അനസ്, ആ രൂപയുടെ കമ്പനി വർക്ക് ചെയ്ത അനസ് എന്ന് പറയുമ്പോ വിക്രം പറഞ്ഞ, എനിക്ക് മനസ്സിലായി, മിടുക്കന. അവനോട് ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി വാടക കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട്. അവനെന്നൊരുത്തിനെ കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന എന്റെ ഒരു വിശ്വാസം എന്ന് പറയാണ്. പ്രകാശം പണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട രാഹുലെ, ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെയുണ്ട്. ശരി എങ്കിലും പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടുന്ന് പോകാണ്. രാഹുൽ പോയി കഴിയുമ്പോഴേക്കും വിക്രം പറഞ്ഞ, അച്ഛാ ഇയാൾ നല്ല ചൂടിലാണ്, ഇയാളെ ചൂട് കയറ്റിക്കൊണ്ടിരിക്കണം, എന്നാലും നമ്മുടെ കാര്യം നടക്കുള്ളൂ. സരയുവിനെ കാണുമ്പോഴേ ഞാൻ അവളെയും ചൂട് കയറ്റാറുണ്ട് എന്ന് പറയാണ്. അതേടാ, ഇയാളെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നീക്കണം. കിരണിനെയും കല്യാണിനെയും ഒക്കെ ഇല്ലാതാക്കണം എന്ന് പറയണ. അച്ഛാ, അവരില്ലാതാക്കാൻ എനിക്ക് ജയിലിൽ പോയി കിടക്കാനും ഒരു കുഴപ്പമില്ല അച്ഛാ എന്ന് പറയുമ്പോ, എടാ നീ എന്നിട്ട് ജയിലിൽ പോയി കിടക്കണത്? എനിക്ക് ഇനി ആകെയുള്ളത് നീ മാത്രമാണ്. നീ ജയിലിൽ പോയി കിടന്ന പിന്നെ എനിക്കാരാടാ? അതുകൊണ്ട് നീ ജയിലിൽ പോയി കിടക്കേണ്ടടാ. ഞാൻ കിടക്കും, ഈ അച്ഛൻ ഈ പ്രകാശം കിടക്കൂടാ. എന്റെ മോൻ സുഖമായിട്ട് ജീവിക്കണം, ഏതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പ്രകാശനും പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുലിനാണെന്നുണ്ടെങ്കിൽ രാഹുൽ അല്ല, നമ്മുടെ കല്യാണിയാണ്. കല്യാണി കിരണിനോട് ഒരു ചായ ഇട്ട് കൊടുക്കാട്ടിട്ട് കല്യാണി പറയണ്ടേ, എന്നാലും കിരണിട്ട് അവനെ സമ്മതിച്ചിരിക്കുന്നു. ആ വിക്രം എന്ന് പറഞ്ഞവന്, എന്താടോ, അല്ല നമ്മൾ താക്കീത് ചെയ്തല്ലേ ഇനി ഒരു പെൺകുട്ടിയുടെ പുറകെ പോകരുതെന്ന്. എന്നിട്ട് അവൻ വീണ്ടും ഒരു പെൺകുട്ടിയുടെ പുറകെ പോയിരിക്കുക. ഭാഗ്യത്തിന് അവളെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. എന്നാൽ ഈ പെൺകുട്ടികൾക്കൊക്കെ ഒരു ബോധമില്ലേടോ, അവന് പുറകെ ഇങ്ങനെ നടക്കാനായിട്ട്. തന്നെ പോലെ പെൺകുട്ടിയാണെങ്കിൽ ഇതുപോലെ അവന്റെ പുറകെ നടക്കോ? എന്റെ കിരണിട്ടാ, പുറകെ നടക്കുന്ന പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ അവൻ ഫ്രോഡ് ആണെന്ന്. അവൻ സ്നേഹം കാണിച്ച് അങ്ങനെ വഴുതിയിൽ വീഴ്ത്തല്ലേ. അതിന്റെ പുറകിൽ ഏത് പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ വീണു പോകും. സ്നേഹം കാണിച്ച ഏത് പെൺകുട്ടി വീണു പോകും. അതുകൊണ്ട് പെൺകുട്ടികളൊന്നും കിരണിനെ കുറ്റം പറയണ്ട എന്ന് പറയാണ്. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ പ്ലാന്? വരട്ടെ, എന്തായാലും അവന് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട്, നോക്കിക്കോ. ആ സരയു എന്ന് പറഞ്ഞവള് എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. അവള് പഠിച്ചിട്ടില്ല, അതാ അവനെ വെച്ചോണ്ടിരിക്കണത്. അവൾക്ക് വേദനയില്ലാത്ത തരത്തിൽ വേണം അവൻ ഒതുക്കാനായിട്ട്. അതിനുള്ള പണി ഞാൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ശേഷം കാണിക്കണത് നമ്മുടെ നിതേനെയാണ്. നിത മനോഹറിനെ കാത്ത് ബീച്ചിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ. ആ സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹായ് മോളു, എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? നീ ഇങ്ങനെ എത്ര പേരെ മോളൂന്ന് വിളിക്കും?
നീ ഇങ്ങനെ എത്ര പേരെ മോളൂന്ന് വിളിക്കണടാ? എന്താ നീത മോളു നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ നിനക്ക് കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാണ്. ശേഷം ജുബായുടെ ഫോട്ടോ കാണിച്ചെടുക്കാണ്. നീ ഇവളെ മോളെന്ന് വിളിച്ചിട്ടില്ലേ എന്ന് പറയുമ്പോ മനോഹർ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശേഷം ഡോണിനെ കാണിക്കണ്ട്. ഇവളെ നീ മോളെന്ന് വിളിച്ചിട്ടില്ലേ? അതിനുശേഷം കാണിക്കണത് അങ്ങനെ ഓരോരോ പെണ്ണുങ്ങൾ നിശ്ചയനെ കാണിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മനോഹറിന്റെ മനസ്സിലായി ഇവള് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന്. ശേഷം നമ്മുടെ മനോഹറിനെ കാണിച്ചെടുക്കുന്നത് കല്യാണിയുടെ ഫോട്ടോയാണ്. ഇവര് നിനക്കറിയാവോ? ഇവരുടെ ഭർത്താവും നിന്നിട്ട് പറഞ്ഞിട്ടില്ലടാ പെമ്പിള്ളേരെ പറ്റിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല, നിനക്ക് എത്ര പ്രാവശ്യം വാണിംഗ് തന്നതാടാ, എന്നിട്ട് നീ പഠിച്ചില്ലല്ലോ ദ്രോഹി എന്ന് പറഞ്ഞിട്ട് മനോഹരനെ കുത്തിനെ പിടിക്കാണ്. സോറി സോറി, ഇതെന്റെ അവസാനത്താണ്, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. നീ ചെയ്യില്ല പോലും, നിനക്ക് ഞാൻ കാണിച്ചു തരാടാ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട് പിടിച്ച് തള്ളിയിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. നിത പോയി കഴിയുമ്പോൾ മനോഹർ മനസ്സിൽ വിചാരിക്കണം, ഷോ നല്ലൊരു പെണ്ണായിരുന്നു, ഒന്ന് ശരിക്കും വളയ്ക്കാൻ പറ്റിയില്ലല്ലോ. കുഴപ്പമില്ല, ഇവള് പോയാലെന്താ, ആ മിണ്ടാത്ത സുന്ദരി എന്റെ വലയെ കുടുങ്ങിയിട്ടില്ലേ, ഇനി അവളെ നോക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മനോഹര അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിരണ് പോണത്. അപ്പൊ കിരൺ ഇങ്ങനെ കല്യാണത്തിൽ യാത്ര പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റി ഇങ്ങനെ പോവാട്ടോ. അപ്പൊ രാഹുൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഷാരി വരുന്നുണ്ട്. എന്താ ആ പിള്ളേര് പോണം നോക്കിക്കൊണ്ടിരിക്കണത്? അവര് പോണത് ഞാൻ നോക്കൂടി. അതെ, വേറൊന്നല്ല, അവർക്ക് ഞാൻ നല്ലൊരു പണി തന്നെ വെക്കുന്നുണ്ട്. ആ രൂപ എന്ന് പറഞ്ഞോളൂ ഞാൻ കരയിപ്പിക്കും. തനിക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലേടോ എന്ന് തന്നെ പറയാണ്. അതിനുശേഷം സരിയ വരുന്നുണ്ട്. ഇയാൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലമ്മേ, ഇയാൾ കാണാൻ എന്റെ മനുവേട്ടൻ പോയി, അതൊരു കണക്കിന് നന്നായി എന്ന് രാഹുൽ പറയാണ്. താന്റെ മനുവേട്ടൻ എന്തിനു പറഞ്ഞാലുണ്ടല്ലോ, എടി നോക്ക്, ഞാൻ നിന്നെ മാത്രം കൈ ഉയർത്തി പെരുമാറാത്തത്, നിന്നെ മാത്രം ഞാൻ അടിക്കാത്തത്, നോക്കിക്കോ എന്റെ മോളായോണ്ട് മാത്രം ഞാൻ അതൊന്നും ചെയ്യാത്തത്, ഇനി ഞാൻ അതൊന്നും വിചാരിക്കില്ല, എന്റെ നേരെ കൈ ചൂണ്ടാളുടെയായാലും കൈ ഞാൻ വെട്ടിയെടുക്കും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഇവിടുന്ന് പോവാണ്. രാഹുൽ പോയിക്കുമ്പോ ഷാരി പറഞ്ഞിട്ട് എന്തിനാ മോളെ അയാളുടെ വഴക്കിനെ പോണത്, അയാൾക്ക് അല്ലെങ്കിലേ സമനില തെറ്റിയായിരിക്കണം, ഇപ്പൊ മുഴുവൻ സമനില തെറ്റി, അതുകൊണ്ട് അയാളുടെ വഴക്കിനൊന്നും നീ പോവാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം സരിയ പറഞ്ഞു, എന്റെ മനുവേട്ടൻ എത്രയും പെട്ടെന്ന് എന്നെ മോളും ഗൾഫിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു, ഒന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാട്ടോ. ശേഷം കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ വഴിയരികിൽ ആരോ കാത്തിരിക്കാട്ടോ. അപ്പൊ അവിടേക്ക് ഒരു ജീപ്പ് വരുവാണ്. ജീപ്പിൽ നിന്ന് വലിയൊരു ഗുണ്ട ഇറങ്ങി വരുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാ വന്നിറങ്ങണത്. ഹായ് രാഹുൽ സർ, ഞാനാണ് മുരുകൻ. അനസ് പറഞ്ഞ മനസ്സിലായി, ഞാൻ പറഞ്ഞല്ലോ അനസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? പറഞ്ഞിട്ടുണ്ട് സർ, ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കും. നിന്നെ പോലത്തെ ഗുണ്ടകൾ ആദ്യം അങ്ങനെ തന്നെയാ പറഞ്ഞത്, പിന്നെ കാര്യങ്ങളെല്ലാം വഴുതി പോകുമ്പോഴേക്കും അവർ വേറെ പല ന്യായങ്ങളും പറയും. പക്ഷെ ഇത് അതുപോലെയല്ല സർ, ഞാൻ ഏറ്റെടുത്തിരിക്കണ ഒരു കേസ് പോലും ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല, അതുകൊണ്ട് ഈ കേസ് ഞാൻ വിജയകരമായിട്ട് ചെയ്തിരിക്കും. നിനക്ക് വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം സാർ. ആരെയാണ് എപ്പോഴാണ് കൊല്ലേണ്ടതെന്ന് മാത്രം ഫോട്ടോ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞാൽ മതി, ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. ശരി, ഞാൻ നിന്നെ വിശ്വസിക്കാണ്. പിന്നെ പണത്തിന്റെ കാര്യം അതൊക്കെ അനസാറിന്റെ കൊളത്ത് ഏൽപ്പിച്ചാൽ മതി, അനസാറിന്റെ തുക എടുത്തിട്ട് ബാക്കി അനസാർ എനിക്ക് തന്നോളും. ശരി, എങ്ങനെയാണ് അവനെ പോകുമ്പോ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം, നീ അതനുസരിച്ച് ഇറങ്ങിയാൽ മതി. ശരി സർ എന്ന് പറഞ്ഞ മുരുകൻ അവിടെ നിന്ന് പോകുക കേട്ടോ. രാഹുൽ ചിരിച്ചുകൊണ്ട് രാഹുലും വണ്ടിനകത്ത് കയറുന്ന ഭാഗത്തോട് കൂടിയിട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.